ഒരു കിടിലൻ കീ ചെയിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഞാൻ റെഡും യെല്ലോയും ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡിനും യെല്ലോയ്ക്കും പകരം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഒരു റെഡ് പൈപ്പ് ക്ലീനർ എടുത്ത് ഇതേപോലെ ഹാഫായിട്ട് കട്ട് ചെയ്യുക. അത് പിന്നെ ഹാഫാക്കി മടക്കി ഇതേപോലെ പിരിച്ച് ആ രണ്ട് പോർഷനും അടിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക പിന്നെയും. എന്നിട്ട് ഇതേപോലെ ഒരു എതൾ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. ഇതേപോലെ ഒരു 18 എണ്ണം അങ്ങോട്ട് ഉണ്ടാക്കാം. ഇനി 2 യെല്ലോ പൈപ്പ് ക്ലീനേഴ്സ് എടുക്കുക. അത് രണ്ടും കണക്ട് ചെയ്യുക. ഇനി ഒരു കോലെടുത്തിട്ട് അതും അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. ഫുള്ളും ചുറ്റി കഴിഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ടത് ചുറ്റി 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 ഒരു റൗണ്ടാക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടി എടുത്ത് ഒന്ന് വളച്ചു വെച്ചാൽ മതി. സാധനം സെറ്റായി. ഇനി 2 ഗ്രീൻ പൈപ്പ് ക്ലീനേഴ്സ് എടുക്കുക. എന്നിട്ട് അത് ഹാഫാക്കി മടക്കിയിട്ട് നമ്മൾ എതൾ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ഒരു വലിയ എതൾ പോലെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒന്നല്ല 2 എണ്ണം ഉണ്ടാക്കണം. അപ്പം നമ്മുടെ 2 ലീഫ് സെറ്റായി കിട്ടി. ഇനി ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുക്കുക. അത് വെറുതെ ചുറ്റി ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വളച്ചതേ ഇതുപോലെ വെച്ച് കൊടുക്കുക. റെഡ് പെറ്റൽസ് നമ്മൾ ഉണ്ടാക്കി, യെല്ലോ റൗണ്ട് ഉണ്ടാക്കി, 2 ലീഫ് ഉണ്ടാക്കി, ഇതേ ഒരു ഗ്രീൻ റൗണ്ട് ഉണ്ടാക്കി. ഒരു റെഡ് പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്കുമ്പോൾ ഒന്നുകൂടി ചുറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇനി ഇതേ കീ ചെയിൻ്റെ ഒരു ചെയിൻ വേണം. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണ് വേണം. എന്നിട്ട് നമ്മൾ പണി തുടങ്ങാണ്. ഇനി ആ യെല്ലോ റൗണ്ട് എടുക്കുക. അതിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസ് ആയിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. 9 പീസ് പെറ്റൽ ഒരു റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് അതിൻ്റെ പിന്നിൽ പിന്നെയും പശ തേച്ചിട്ട് 2 പെറ്റൽസിൻ്റെ ഗ്യാപ്പിലായിട്ട് ഒരു പെറ്റൽ വരണ പോലെ 9 എണ്ണം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഉണ്ടാക്കി വെച്ച 2 ലീഫിൽ പശ തേച്ചിട്ട് ഫ്ലവറിൻ്റെ പിന്നിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഗ്രീൻ റൗണ്ടിലും പശ തേച്ചിട്ട് അത് ആ ലീഫിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി പൂ തിരിക്കുക, യെല്ലോൻ്റെ മുകളിൽ പശ തേക്കുക, അതേ റെഡ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പൂ റെഡിയായി ഗൈസ്. ഇനി നമ്മൾ ആ ചെയിൻ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതേ ഒരു റിബൺ എടുത്ത് ഒരു ബോ പോലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കീ ചെയിൻ റെഡിയായി ഗൈസ്. കീ ചെയിൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.